Hi teachers, good afternoon everybody. Today we are going to discuss lesson 16, spelling rules for making comparative and superlatives. It's a rules and regulations to make how to make comparative and superlatives. So let us start going through the content. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലെസൺ 16 സ്പെല്ലിംഗ് റൂൾസ് ഫോർ മേക്കിംഗ് കമ്പാരറ്റീവ് ആൻഡ് സൂപ്പർലറ്റീവ്സും കമ്പാരറ്റീവ്സും ഉണ്ടാക്കാനുള്ള സ്പെല്ലിംഗ് റൂൾസ് അല്ലെങ്കിൽ ഗ്രാമർ റൂൾസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. സോ ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ ഹിയർ ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ റൂൾസ് റിഗാർഡിംഗ് ടു മേക്ക് കമ്പാരറ്റീവ് ആൻഡ് സൂപ്പർലറ്റീവ്സ്. So if the positive ends in E, we add only R and ST. അതായത് പോസിറ്റീവിൽ ഇയിലാണ് അവസാനിക്കെങ്കിൽ നമ്മൾ ആറും എസ് ടി മാത്രം ഉപയോഗിക്കുക. അതിന് എക്സാമ്പിൾസാണ് പറയുന്നത്. വൈസിലാണ് വൈസ് എന്നുള്ള ഒരു എക്സാമ്പിൾ. വൈസ് എന്നുള്ളതിനാണെങ്കിൽ വൈസസ്റ്റ്. അപ്പോൾ നമ്മൾ ഈയിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവിടെ ആറും എസ് ടി മാത്രം ഉപയോഗിച്ച് ആ സെൻറ്റൻസിൽ കമ്പാരറ്റീവും സൂപ്പർലറ്റീവ്സും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വൈസസ്റ്റ്, ക്ലോസസ്റ്റ്, നൈസസ്റ്റ്, വൈറ്റസ്റ്റ്. അപ്പോൾ നമ്മൾ ഈയിലാണ് അവസാനിക്കുന്നതെങ്കിൽ ആറും എസ് ടിയും ചേർക്കുക. കമ്പാരറ്റീവും സൂപ്പർലറ്റീവ്സും ഉണ്ടാക്കാനുള്ള റൂൾസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇഫ് ദ പോസിറ്റീവ് എൻഡ് ഇൻ ഇ, പോസിറ്റീവ് എന്നുള്ള വേർഡ് അത് ഈയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് ആറും എസ് ടിയും ചേർത്ത് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ആ വാക്കിന് മാത്രമല്ല കേട്ടോ, അതിൻ്റെ എക്സാമ്പിൾസും പറഞ്ഞു. ഇനി ഇഫ് ദ ലാസ്റ്റ് ഈസ് വൈ ഈസ് പ്രിസീഡഡ് ബൈ എ കോൺസണൻറ്റ്. അതായത് ഇഫ് ദ ലാസ്റ്റ് വൈ ഈസ് പ്രിസീഡഡ് ബൈ എ കോൺസണൻറ്റ് ബട്ട് നോട്ട് എ വവൽ, ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ഇൻ ടു ഐ ബിഫോർ ആഡിങ് ER or EST. അതായത് ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വേർഡ് വൈ എന്നുള്ളതിന് പ്രിസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കോൺസണൻ്റാണ് വൈ എന്നുള്ള വേർഡിൻ്റെ മുന്നിൽ പ്രിസീഡ് ചെയ്യുന്ന മുൻപ് കൊടുക്കുന്നതെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ERഉം EST ആക്കുക അത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് പറയാം. പ്രിട്ടി, സോ ടി ഒരു കോൺസണൻ്റാണ്, വോവലല്ല. സോ പ്രിറ്റിയർ, പ്രിറ്റിയസ്റ്റ്. ഡ്രൈ പറയുമ്പോൾ ഡ്രയർ, ഡ്രൈയസ്റ്റ്. ഡേർട്ടി, ഡേർട്ടിയർ, ഡേർട്ടിയസ്റ്റ്. ഹെവി, ഹെവിയർ, ഹെവിയസ്റ്റ്. സില്ലി, സില്ലിയർ, സില്ലിയസ്റ്റ്. നിങ്ങൾക്ക് ആ എക്സാമ്പിൾ ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. വൈ എന്ന് ഒരു കോൺസണൻറ്റിൻ്റെ പ്രിസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് പ്രിസീഡ് ചെയ്യുന്നത് വേറെ ഒരു കോൺസണൻ്റ് ആണെന്നുണ്ടെങ്കിൽ വൈ എന്നുള്ള ലെറ്ററിന്, അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് കമ്പാരറ്റീവും സൂപ്പർലറ്റീവ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ IER ആൻഡ് IEST ചേർക്കുന്നു എന്നാണ് പറഞ്ഞത്. നേരത്തെ ആറും എസ് ടിയും ആണെങ്കിൽ ഇവിടെ IER, IEST. So when the positive end in a word of one syllable and end in a single consonant preceded by a short vowel, the consonant is doubled before adding ER and EST. അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു സിലബിൾ മാത്രമുള്ള അഡ്ജക്റ്റീവ് ഒരു കോൺസണൻറ്റിൽ അവസാനിച്ചാൽ, ഒറ്റ സിലബിളുള്ള വവ്വൽ, ഒറ്റ സിലബിൾ മാത്രമുള്ള ഒരു അഡ്ജക്റ്റീവ് ഒരു കോൺസണൻറ്റിൽ അവസാനിച്ചാൽ തൊട്ട് മുൻപിലുള്ള ഷോർട്ട് വവ്വൽ അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള ചെറിയൊരു വവ്വലാണെന്നുണ്ടെങ്കിൽ ആ കോൺസണൻറ്റിനെ അവിടെ ഡബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു സിലബിൾ മാത്രമുള്ള
ഒരു അഡ്ജക്റ്റീവ് കോൺസണൻറ്റിൽ അവസാനിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഷോർട്ട് വവൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡബിൾ ചെയ്യുന്നു അല്ലെങ്കിൽ രണ്ടാക്കി പറയുന്നു. അപ്പോൾ അവിടെ ഒരു ഇപ്പോൾ ഡി എന്നുള്ളതിനാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ഡി കൂടി ചേർക്കുന്നു. ഇപ്പോൾ നോക്കാം, അതിന് എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. റെഡ്, റെഡ്, റെഡസ്റ്റ്, ബിഗ്, ബിഗ്ഗർ. അപ്പോൾ അതിൻ്റെയൊക്കെ സ്പെല്ലിങ് ബിഗ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഒറ്റ ഇതേ ഉള്ളൂ, അഡ്ജക്റ്റീവായിട്ട് മാറുകയാണ്. അത് കോൺസണൻറ്റിലും അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുന്നേ ഷോർട്ട് വവ്വലുമാണ്. ഐ വവ്വലാണ്, ജി കോൺസണൻ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഷോർട്ട് വവ്വലാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ അതിനെ ഡബിൾ ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ഇപ്പോൾ ഒരു ഡി എന്നുള്ള വേർഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അഡീഷണലായിട്ടൊരു ഡി ചേർക്കുന്നു. ഇപ്പോൾ റെഡ്, റെഡർ, റെഡസ്റ്റ്, ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്, ഹോട്ട്, ഹോട്ടർ, ഹോട്ടസ്റ്റ്, തിൻ, തിന്നർ, തിന്നസ്റ്റ്, സാഡ്, സാഡർ, സാഡസ്റ്റ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. All adjectives of more than 2 syllables use more and most to form their comparative and superlatives. So അടുത്തതായിട്ട് പറഞ്ഞത് all adjectives of more than 2 syllables use more and most to form their comparative and superlatives എന്നാണ് പറഞ്ഞത്. അതായത് 2 സിലബിളുകളിൽ കൂടുതലുള്ള അഡ്ജക്റ്റീവ്സും 2 സിലബിൾ മാത്രമുള്ളതും ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് മോർ, മോസ്റ്റ് എന്നിവ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മോറ്, മോസ്റ്റ് ഉപയോഗിച്ചിട്ട് കമ്പാരിറ്റീവും സൂപ്പർലറ്റീവ്സും ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഫോണറ്റിക്സ് ഇല്ലേ, ഫോണറ്റിക്സിലുള്ള ഒരു ഗ്രാമർ റൂളാണിത്. ഈ സിലബിൾസ്, സ്ട്രെസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട് ഫോണറ്റിക്സിൽ. സി, വി, സി അങ്ങനെ കോൺസണൻറ്റ്, വവ്വല്. അപ്പോൾ ആ സ്ട്രെസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ 2 സിലബിൾ, ചിലതിൽ 2 കോൺസണൻറ്റ് ഉണ്ടായിരിക്കും ചില വാക്കുകളിൽ തന്നെ, ചിലതിൽ 2 വവ്വൽസ് ഉണ്ടായിരിക്കും. വവ്വൽസ് കോൺസണൻറ്റും ഒക്കെ അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ആ വേർഡ്സിൻ്റെ ഇത് കണക്കാക്കുക. വേർഡ്സിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി നടത്തേണ്ട വിഷയമാണ് ഈ ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ, ഇതിലങ്ങനെ ഫോണറ്റിക്സ് കാണാൻ പറ്റുന്നില്ല. ആ ഫസ്റ്റ് ചാപ്റ്ററിൽ മാത്രം എങ്ങാണ്ട് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മനസ്സിലാക്കുക, ഫോണറ്റിക്സിൻ്റെ റൂൾസാണത്. ഇവിടെ പറയുന്നത് all adjectives of more than 2 syllables use more and most. അതായത് 2 അതിലധികമോ ഉള്ള സിലബിൾസ് ഉള്ള വേർഡ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മോറും മോസ്റ്റും ചേർത്ത് നമുക്ക് കമ്പാരിറ്റീവും സൂപ്പർലറ്റീവ്സും ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ബ്യൂട്ടിഫുൾ, more beautiful and most beautiful. Many adjectives with only 2 syllables also use more and most to make the. അപ്പോൾ 2 സിലബിൾ, നേരത്തെ നമ്മൾ പറഞ്ഞു 2 അതിലധികമോ 2 സിലബിൾ ഉള്ളതും വെച്ചിട്ട് നമ്മൾ മോറും മോസ്റ്റും യൂസ് ചെയ്തിട്ട് കമ്പാരിറ്റീവും സൂപ്പർലറ്റീവ്സും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഡേർട്ടി, മോർ ഡേർട്ടി, മോസ്റ്റ് ഡേർട്ടി, ഡേർട്ടി, ഡേർട്ടിയർ, ഡേർട്ടിയസ്റ്റ് അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. ഒരേപോലെ നമുക്ക് മോറ് ആ ഡേർട്ടി എന്നുള്ളതിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഡേർട്ടി, ഡേർട്ടിയർ, ഡേർട്ടിയസ്റ്റും യൂസ് ചെയ്യാം. അത് നമ്മൾ കോൺസണൻറ്റ് വൈ പ്രിസീഡ് ചെയ്യുന്ന കോൺസണൻറ്റ് അല്ലെങ്കിൽ വൈ മുൻപ് വരുന്ന കോൺസണൻറ്റിൻ്റെ എക്സാമ്പിളായിട്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞ ഡേർട്ടി, ഡേർട്ടിയർ, ഡേർട്ടിയസ്റ്റ്. മറക്കരുത് കേട്ടോ. ഇനി ഫോർമേഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് നോക്കാം നമുക്ക്. മെനി അഡ്ജക്റ്റീവ്സ് ആർ ഫോംഡ് ബൈ ആഡിങ് സഫിക്സസ് ടു അതർ വേർഡ്സ്, എസ്പെഷ്യലി നൗൺ. A suffix is a letter or letters that we added at the end of the word to make new word. അതായത് many adjectives are formed by adding suffix. പ്രിഫിക്സും സഫിക്സും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വേർഡിൻ്റെ മുന്നിൽ ഇപ്പോൾ നമ്മളൊരു വേർഡാണെന്ന് വിചാരിക്കാം, അതിൻ്റെ മുന്നിൽ PRE ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ വേറൊരു വേർഡിൻ്റെ കൂടെ ആഡ് ചെയ്താൽ അതൊരു വേറെ വേർഡായി. ഇതേ കൂടെ നമ്മളിപ്പോൾ ING അതും ഇതൊക്കെ അങ്ങനത്തെ ഫോമൊക്കെ ലാസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ചേർക്കുന്നതിന് സഫിക്സ് എന്നും ഫസ്റ്റ് ചേർക്കുന്ന പ്രിഫിക്സ് എന്നാണ് പറയുക. അപ്പോൾ
അഡ്ജക്റ്റീവ്സ് ഫോം ചെയ്യാൻ വേണ്ടി സഫിക്സസ് ആണ് യൂസ് ചെയ്യുന്നത്. അഡ്ജക്റ്റീവ്സ് ആർ ഫോംഡ് ബൈ ആഡിങ് സഫിക്സസ് ടു അതർ വേർഡ്സ്. സഫിക്സ് മറ്റ് വേർഡ്സിന് യൂസ് ചെയ്തിട്ടാണ്, അതായത് എസ്പെഷ്യലി നൗണിലാണ് അഡ്ജക്റ്റീവ്സ് കൂടുതലായിട്ട് സഫിക്സ് ഫോം ചെയ്തിട്ട് സൂപ്പർലറ്റീവ്സും കമ്പാരറ്റീവ്സും ഉണ്ടാക്കുന്നത്. അഡ്ജക്റ്റീവ്സിൻ്റെ ആ ഒരു ഫോമേഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. സഫിക്സ് ഈസ് എ ലെറ്റർ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് വി ആഡഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ വേർഡ് ടു മേക്ക് ന്യൂ വേർഡ്. അതായത് വേർഡ്സാണ് അല്ലെങ്കിൽ ലെറ്റേഴ്സാണ്. ലെറ്റേഴ്സ് അത് നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഒരു പുതിയ വേർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വേർഡിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്ന വേർഡ്സാണ് സഫിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ISH, ബോയിഷ്, ഗേളിഷ്, ഫൂളിഷ്. ISH ചേർത്തിട്ട് നോക്കൂ, ലാസ്റ്റിക്ക് വരുന്നത് ബോയിഷ്, ഗേളിഷ്, ഫൂളിഷ്, ബ്ലാക്കിഷ്, ചൈൽഡിഷ്, ഇത്തരത്തിലുള്ള വേർഡ്സൊക്കെ പറയില്ലേ. ഇനി ഫുൾ വെച്ചിട്ടാണെങ്കിൽ കെയർഫുൾ, പ്ലേഫുൾ, ഫ്രൂട്ട്ഫുൾ, സ്പൂൺഫുൾ, മൗത്ത്ഫുൾ, അങ്ങനത്തെ വേർഡ്സ്. പിന്നെ സം വെച്ചിട്ടാണെങ്കിൽ ട്രബിൾസം, വെഞ്ചേഴ്സം, വിൻസം, വേരിസം, ഹോൾസം. ഇനി ലെസ് വെച്ചാൽ ഷെയിംലെസ്, സെൻസ്ലെസ്, ഫ്ലോലെസ്, പവർലെസ്, പെനിലെസ്. ഇനി EN വെച്ച് ഗോൾഡൻ, സിൽക്കൻ, വൂളൻ, വുഡൻ, മെയ്ഡൻ. Y വെച്ച് ഡേർട്ടി, സ്റ്റോമി, ഫിൽത്തി, ഡ്രിയറി, വിയറി. ഇനി എബിൾ വെച്ച് പാരഡോണബിൾ, ലോഫബിൾ, വർക്കബിൾ, ഫോർഗീവബിൾ, മാരേജബിൾ. ഇനി OUS വെച്ചിട്ട് എന്താ? കറേജിയസ്, ഔട്ട്റേജസ്, നെർവസ്, കവച്ചസ്, ഗോർജിയസ്. LY വെച്ചിട്ട് മാൻലി, കൈൻഡ്ലി, ഗോഡ്ലി, കോസ്റ്റ്ലി, ഡെഡ്ലി. ED വെച്ചിട്ട് ഗിഫ്റ്റഡ്, കൺസിറ്റഡ്, ഷോക്ക്ഡ്, ഫ്രൈറ്റൻഡ്, ഡിസ്ഗസ്റ്റ്. Some adjectives are formed from verbs. Here also we use certain suffixes like less വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യും. ടയർലെസ്, കെയർലെസ്. ATV വെച്ച് ടോക്കറ്റീവ്, ഫോമേറ്റീവ്. ആൻഡ് ഏബിൾ വെച്ചിട്ട് ABLE വെച്ചിട്ട് മൂവബിൾ, ലോക്കബിൾ. പിന്നെ സം അഡ്ജക്റ്റീവ്സ് ആർ ഫോംഡ് ഫ്രം അതർ അഡ്ജക്റ്റീവ്സ്. ചില അഡ്ജക്റ്റീവ്സ് വേറെ അഡ്ജക്റ്റീവ്സിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. ട്രാജിക് മീൻസ് ട്രാജിക്കൽ, whole means wholesome, three means threefold, black, blackish, sick, silky. ഈ അഡ്ജക്റ്റീവ്സിൻ്റെ ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്സ് എന്താണ്? അഡ്ജക്റ്റീവ്സിൻ്റെ ഓർഡർ എന്നാണ് ഇനി പറയാൻ പോകുന്നത്. when there are many adjectives qualify a noun. അതായത് ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ ഒരുപാട് അഡ്ജക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. the problem comes which should be the first. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇതിൽ ഏതാദ്യം വരും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. സെക്കൻഡ് ആൻഡ് സോ ഓൺ. ഫസ്റ്റ് ഏത് വരണം, സെക്കൻഡ് ഏത് വരണം എന്നുള്ളൊരു ക്ലാഷ് എപ്പോഴും ഉണ്ട്. ദ പൊസിഷൻ ഓഫ് ദ അഡ്ജക്റ്റീവ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ക്ലോസ്ലി റിലേറ്റഡ് ടു ദ നൗൺ. അതായത് ഒരു അഡ്ജക്റ്റീവിൻ്റെ പൊസിഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ എങ്ങനെ, അല്ലെങ്കിൽ നൗണിൻ്റെ റിലേഷൻ അല്ലെങ്കിൽ നൗണുമായിട്ട് എത്രത്തോളം റിലേറ്റ് ചെയ്തു ഉള്ളതിനനുസരിച്ചാണ് ഒരു അഡ്ജക്റ്റീവിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ദർ ആർ സം ഗൈഡ് ലൈൻസ് ദാറ്റ് വി ക്യാൻ ഫോളോ. ഇപ്പോൾ ഇവിടെ ചില ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ അതിൻ്റെ ക്രമം എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാൻ പറ്റിയിട്ടുള്ള ചില റൂൾസ് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി അത് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയി അല്ലെങ്കിൽ കുറച്ചും കൂടെ സുഖമാക്കാൻ വേണ്ടിയിട്ട്. ഇനി അഡ്ജക്റ്റീവ്സ് ഇൻ ദ ഫോം ഓഫ് എ നൗൺ ഓർ ജെറൻ മീൻസ് നൗൺ തന്നെയാണ് കേട്ടോ. ING ഫോംസ് കംസ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ ക്വാളിഫൈ noun is qualified. In the class we also include adjective of nationality. അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ അഡ്ജക്റ്റീവ്സ് നൗണിൻ്റെ രൂപത്തിലാണ് രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ INGൻ്റെ രൂപത്തിലാണ് വരുന്നതുണ്ടെങ്കിൽ അത് നമ്മളെ നൗണിൻ്റെ തൊട്ട് മുൻപിലായിരിക്കും വരിക. അപ്പോൾ അതിന് നാഷണാലിറ്റി അല്ലെങ്കിൽ നമ്മളെ പൗരത്വം അതും ഇക്കൂട്ടത്തിലാണ് വരിക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് അവിടെ വരിക അഡ്ജക്റ്റീവ് ആയിരിക്കും, അതിന് ശേഷമായിരിക്കും നൗൺ വരിക എന്നാണ് പറഞ്ഞത്. സം ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, അതൊക്കെ എക്സാമ്പിൾസ് ആണ്. എ ലിറ്റിൽ ന്യൂ വാഷിംഗ് പൗഡർ ആൻഡ്
interesting storybook. The recent Nigerian book, a beautiful Indian actress, a clever Japanese salesman. അപ്പോൾ ഇത്തരത്തിലുള്ള വേർഡ്സിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അഡ്ജക്റ്റീവ്, ദെൻ നൗൺ. പിന്നെ അഡ്ജക്റ്റീവ് ഓഫ് കളേഴ്സ് കംസ് ബിഫോർ ജെറൻസ്, nouns and nationalities used adjectives. ഇപ്പോൾ ഇത് കളറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ നൗണിൻ്റെ തൊട്ട് മുൻപിലായിരിക്കും അഡ്ജക്റ്റീവ് വരിക എന്നാണ് പറഞ്ഞത്. എ ന്യൂ റെഡ് മാർക്കിംഗ് പെൻ, എ ടോൾ ഡാർക്ക് അമേരിക്കൻ ഗേൾ. അപ്പോൾ ടോൾ എന്ന് പറയുന്നത് വിശേഷണമാണ് അവിടെ. എ ടോൾ ഡാർക്ക് അമേരിക്കൻ ഗേൾ. നോക്കിക്കോളൂ, ഗേൾ നൗണും ഡാർക്ക് അമേരിക്കൻ ഗേളും, ഡാർക്ക് അമേരിക്കൻ അല്ലെങ്കിൽ ടോള് അവിടെ വിശേഷണം അവിടെ മുന്നിലാണ് കൊടുത്തേക്കുന്നത്. ബിഫോർ ദ ones in B and A above come adjectives of shape or weight. ഇപ്പോൾ ഷേപ്പും അതുപോലെ തന്നെ വെയ്റ്റും കാണിക്കുന്നത് എയിലും ബിയിലും തുടങ്ങുന്നതെങ്കിൽ അതതിൻ്റെ മുന്നിലായിരിക്കും അഡ്ജക്റ്റീവ്സ്. ആൻ ഓൾഡ്, സ്ക്വയർ, ബ്രൗൺ ടൂൾ ബോക്സ്, ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ഇനി അതർ അഡ്ജക്റ്റീവ് ഓഫ് സൈസ്, ഷേപ്പ് ആൻഡ് വെയ്റ്റ്, അഡ്ജക്റ്റീവ് ഓഫ് കളർ, അഡ്ജക്റ്റീവ് ഓഫ് nouns, gerunds or nationalities. അപ്പോൾ ബാക്കി കേസസിലാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി എല്ലാത്തിലും ആണെങ്കിലും ഈ റൂൾ ഫോളോ ചെയ്യാമെന്നാണ് പറഞ്ഞത്. സൈസ്, വെയ്റ്റ്, കളറ്, നൗൺസ്, ഇതിൻ്റെ മുന്നിലൊക്കെ ഫസ്റ്റ് ആ അഡ്ജക്റ്റീവ് ആയിരിക്കും ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആയിരിക്കും വരിക എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഐ എൻ ജി ഫോം യൂസ് ചെയ്യുന്നതിലും നാഷണാലിറ്റി ഇത്തരത്തിലൊക്കെ ആ ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിരിക്കും. അഡ്ജക്റ്റീവിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്പെല്ലിംഗ് റൂൾസ് ഫോർ മേക്കിംഗ് കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലക്റ്റീവ്സും കമ്പാരിറ്റീവ്സും എങ്ങനെ മേക്ക് ചെയ്യും എന്നുള്ള ഇതായിരുന്നു ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ലെസൺ 16 കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എനിവേ, താങ്ക്സ് എവരിബഡി, താങ്ക്സ് എ ലോട്ട്.